എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ജംസ്യൂട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യണത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇത് 1 മീറ്ററാണ്. ഇത് എൻ്റെ 1.25 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. ഇനി നമുക്ക് ആദ്യം ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിട്ട് ഞാൻ 12 ഇഞ്ച് എടുത്തിട്ടുള്ളത്, ഇറക്കം 9 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് നോക്കുക. അപ്പോൾ മോൾക്ക് ഇവിടെ ചെസ്റ്റ് 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തു. അങ്ങനെയാണ് 12 ഇഞ്ച് വിട്ട് എടുത്തത്. ഇറക്കം നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. പിന്നെ എന്താണ്, ഇതുപോലെ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഞൊറി ഇട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വിട്ട് ഞാൻ 35 ഇഞ്ചും ഇറക്കം 3 ഇഞ്ചും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ട, ഇതുപോലെ ഒരു സ്ട്രിപ്പ് വേണം നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിട്ട് ഞാൻ 3 ഇഞ്ചും ഇറക്കം 6 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിൽ കാണുന്ന പോലെ മടക്കാം കണ്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മൾ രണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞൊറി ഇട്ട് കൊടുക്കാനുള്ള സ്ട്രിപ്പില്ലേ, അതിൻ്റെ അടിഭാഗം നമുക്ക് ആദ്യം മടക്കി തയ്ക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്യുക 2 പ്രാവശ്യം, എന്നിട്ട് അടി മടക്കി തയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ മെഷീനിൽ വലിയ കാണിട്ടിട്ടുള്ള സ്റ്റിച്ചില്ലേ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിനൂലില്ലേ, എന്താ പറയുക, താഴത്തെ നൂല് വലിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അത് വലിച്ചിട്ട് ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞൊറികൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടും ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്തു. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് 2 സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ വള്ളി വയ്ക്കാനുള്ള സ്ട്രിപ്പില്ലേ, അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിൻ ചെയ്ത് കൊടുക്കാം. റോങ് സൈഡിലാണ് കേട്ടോ ഇത് ചെയ്യണത്. നമ്മളത് ശ്രദ്ധിക്കുക, വശം മാറിപ്പോകരുത്. റോങ് സൈഡിലാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചു. ഇനി നമ്മൾ ആ ഞൊറികളിട്ടില്ലേ അത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വെക്കണത്, അതിൻ്റെ നല്ല വശം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ റോങ് സൈഡ് ഫേസ് ചെയ്തിട്ട് നല്ല വശം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതുപോലെ ഇത് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തിരിച്ചെടുക്കുക. നല്ല വശത്തോട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യണത്. നല്ല വശത്തോട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വശത്തോട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതവിടെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പീസ് എടുക്കുക. അതെന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് 2 സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്ത് അവിടെ ഇത് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്യുക. വശം മാറിപ്പോവാണ്ട് ചെയ്യണം കേട്ടോ. റോങ് സൈഡിൽ തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ ഞൊറികളിട്ടതും വെച്ച് കൊടുക്കുക. നല്ല വശം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നില്ല. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഇട്ട് നോക്കുക കേട്ടോ. ഷോൾഡർ കറക്റ്റ് അല്ലേ, വീണ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ പിന്നെ അവസാനം അഴിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേന്ന് നിങ്ങൾ വേറെ ഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കുക കേട്ടോ. ജസ്റ്റ് ഇട്ട് നോക്കുക വീണെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2 സൈഡും അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കാം ഇതുപോലെ. എന്നിട്ട് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇട്ട് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത് ഇട്ട് നോക്കുക കേട്ടോ. കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ടോപ്പ് ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പാൻറ്റിനുള്ള തുണി ഞാൻ അതുപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ അളവ് ബാൻഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ മടക്കി ഇവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഇറക്കി വെക്കണം. അതുപോലെ തന്നെ സൈഡിൽ നിന്നും ഇപ്പോൾ ലെഗിൻസാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ച് നീക്കിയിട്ടാണ് വെച്ചത്. താഴെയും 1 ഇഞ്ച് നീക്കി വെക്കാം കേട്ടോ. നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കേണ്ട അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഒരു സൈഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മളതുപോലെ തന്നെ പിടിച്ച് അപ്പുറത്തോട്ട് തിരിച്ച് വയ്ക്കാം. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതങ്ങനെ തന്നെ മേലോട്ട് വരയ്ക്കുക, നേരെ താഴോട്ടും അങ്ങനെ തന്നെ നീട്ടി വരയ്ക്കാം. ഇനി മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യണേ, ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ലെഗിൻസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ സാധാരണ പാൻറ് എടുക്കുന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ എടുത്താൽ മതി. നിങ്ങൾക്ക് എന്തോരം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ വരച്ചു കൊടുത്തു. ഇത് സീം അലവൻസ് ആയിട്ട് കേട്ടോ വരച്ചു കൊടുത്തു. 2 സൈഡിലും വരച്ചു. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വരയ്ക്കാം കേട്ടോ, നമ്മൾ എക്സ്ട്രാ വരച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി ആ മടക്ക് ഉള്ള ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ 2 പീസ് കിട്ടി. ഇനി അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. അതിന് മുമ്പ് നമ്മൾ ടോപ്പ് ചെയ്തില്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെക്കുക, നമുക്ക് കറക്റ്റ് എവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാം. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ തുടങ്ങി താഴെ വരെയാണ് നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ അത് വരച്ചിട്ട് അവിടെ തുടങ്ങി താഴെ 2 സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആ ഷേപ്പിൻ്റെ അവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ തിരിച്ച് എടുക്കുകയാണ്. ഇതുപോലെ വെക്കാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ അടിഭാഗം ആദ്യം തന്നെ ഒന്ന് മടക്കി തയ്ക്കുക. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുക. പിന്നെ നമ്മൾ അതുപോലെ വെച്ചിട്ട് ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ തിരിച്ചിടാണ് പാൻറ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ കണ്ടോ, 2ൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ പിൻ ചെയ്യുക. അപ്പോൾ പിന്നെ തെറ്റി പോവില്ല. കറക്റ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾ പിൻ ചെയ്യാം. അപ്പോൾ എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. 2ൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജംസ്യൂട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബിനൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്.